സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതിയിൽ സംസ്കൃത വിഭാഗം മേധാവി CN വിജയകുമാരിക്കെതിരെ പോലീസ് കേസെടുത്തു. PhD വിദ്യാർത്ഥി വിപിന്റെ പരാതിയിലാണ് കേസ്. വിജയകുമാരിക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണ് FIR-ലുള്ളത്. നീ പുലയനല്ലേ, ആ വാല് തന്നെ ധാരാളമെന്ന് വിജയകുമാരി പറയുന്നു. വിപിൻ മുറിയിൽ പ്രവേശിച്ചതിന് പിന്നാലെ അശുദ്ധമായി എന്ന് അധിക്ഷേപിച്ച് വിജയകുമാരി മുറിയിൽ വെള്ളം തെളിച്ചുവെന്നും FIR-ൽ. സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അങ്ങേയറ്റം ഗുരുതരമായ കൃത്യമാണ് അവിടെ നടന്നത് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് ഇതിനകത്ത് കേസെടുക്കുന്നത്. എന്തെല്ലാം വകുപ്പുകൾ ചുമത്തും, എങ്ങനെ കാണണം ഈ കേസ്? ജാതി അധിക്ഷേപത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. SC/ST വകുപ്പ് നിയമപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിപിൻ പറഞ്ഞ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതാണ് പോലീസിന്റെ FIR. വലിയ ജാതി അധിക്ഷേപമാണ് വിപിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു സമീപനമാണ് ഈ സംസ്കൃത വിഭാഗത്തിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഓപ്പൺ ഡിഫൻസിന് ശേഷം ഇതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇവർ വിസമ്മതിച്ചു. അതിനെ തുടർന്ന് ഇവർ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. പിന്നീട് ഈ വകുപ്പ് മേധാവിയുടെ ഓഫീസിലേക്കാണ് വിപിൻ എത്തുന്നത്. വിപിൻ അവിടെ എത്തി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ദയവായി ഒപ്പിട്ട് തരണം, എന്റെ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് വരുന്നത് അതെന്റെ വലിയ ആഗ്രഹമാണ് എന്ന് പറയുന്നു. അപ്പോൾ അവർ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, നീ പുലയനല്ലേ, ആ വാല് തന്നെ ധാരാളമെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഗൈഡിന്റെയും മറ്റ് അധ്യാപകരുടെയും മുന്നിൽ വെച്ചാണ് അത്തരത്തിൽ ഒരു ജാതീയപരമായ അധിക്ഷേപം നേരിടേണ്ടി വരികയും ചെയ്തത്. അവിടെയും കൊണ്ട് തീരുന്നില്ല. ഇയാള് റൂമിൽ നിന്ന് പ്രവേശിച്ചതിനെ തുടർന്ന് ആ റൂം തന്നെ അശുദ്ധമായെന്നാണ് വിജയകുമാരി പറയുന്നത്. പിന്നീട് വെള്ളം തളിക്കുകയാണ് ചെയ്തത്. അവിടെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിരുന്ന ആ ഒരു കാര്യമാണ് അവർ പറയുന്നത്. എന്ത് ശുദ്ധിയാണ് ഇതിൽ നിന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഈ കാലഘട്ടത്തിലും ഈ ജാതി മത ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട അധ്യാപകരാണ്, സമൂഹത്തിലെ അത്തരത്തിൽ നയിക്കേണ്ട അധ്യാപകരാണ്, മാതൃകയാകേണ്ട ആളുകളാണ് ഈ അധ്യാപകരായിട്ടുള്ള ആളുകൾ. അത്തരം അധ്യാപകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള സമീപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും പോലീസ് നിലവിൽ കേസെടുത്തിട്ടുണ്ട്. സർവകലാശാലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്നും തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. തീർച്ചയായും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി തന്നെയാണ് അധ്യാപകയുടെ ഭാഗത്തുനിന്നുണ്ടായത്.